ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഫുള്ള് ഒരു ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അഹമ്മദാബാദിൽ പ്ലെയിൻ ആ ഒരു ക്രാഷ് എന്തുകൊണ്ട് എന്നുള്ളൊരു കാര്യം. ഇപ്പോൾ ഓരോരുത്തർ ഓരോ രീതിയിലാണ് കാര്യങ്ങൾ പറയാൻ തുടങ്ങിയിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ട് ഈ ഒരു സംഭവത്തിൽ സംസാരിക്കുന്ന ഒരു ന്യൂസാണ്. ഇതിൽ നിന്നും ഈ ഒരു ക്രാഷിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിയാണ് ഇതിനെല്ലാം കാരണം. പുള്ളിക്കാരൻ ഈ ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ആയ സമയത്ത് എമർജൻസി ഡോറ് തുറക്കാൻ ശ്രമിച്ചു. തുറന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു ക്രാഷിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഫേക്കായിട്ടുള്ള രീതിയിൽ ഒരു ന്യൂസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കുറേയധികം പേരെടുത്ത് വെച്ച് സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ അങ്ങനെ ഒഫീഷ്യലി ഒന്നും തന്നെ വന്നിട്ടോ ഒന്നും തന്നെ ഇല്ല ന്യൂസ്. ആ ഒരു പുള്ളിയാണ് അത് കണക്ക് ചെയ്തേ എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അങ്ങനെ കതവ് തുറന്നെന്നോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ ജസ്റ്റ് ആൾക്കാർ തന്നെ ഉണ്ടാക്കി വിടുന്ന ന്യൂസുകളാണ്. പിന്നെ ഇതിനെക്കുറിച്ചൊന്ന് ചെക്ക് ചെയ്ത സമയത്ത് അങ്ങനെ വല്ലതും തുറന്നാൽ ഇഷ്യൂസ് അങ്ങനെ പറ്റുമോ എന്നുള്ളൊരു കാര്യത്തിൽ അങ്ങനെ ഭയങ്കരമായിട്ട് ഒന്നും ഞാൻ കണ്ടിട്ടില്ല. തുറന്നാൽ ഇത്രമാത്രം ക്രാഷ് ആവാൻ വേണ്ടി മാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം. അതും ഈ ഒരു ആക്സിഡൻ്റ് ആയേക്കുന്നത് ഒരു പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്ത് ഉടനെ തന്നെയാണ് അതിൻ്റെ ബാലൻസ് പോയി നേരെ ആ ഒരു ക്രാഷിലേക്ക് പോകുന്നത്. ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി തുറന്നു അല്ലെങ്കിൽ തുറന്നാൽ പോലും അത് അത്ര വലിയ ഇഷ്യൂസിൻ്റെയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കാനുള്ള ഒരു കാര്യമില്ല. അത് ഇതുവരെ അങ്ങനല്ല എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഏകദേശം അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലെയിനിൻ്റെ മെയിൻ 2 എൻജിൻസും അതിനുള്ള കേടുപാടുകളായിരുന്നു എന്നതാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പം ആ ഒരു ബ്ലാക്ക് ബോക്സും കൂടെ ചെക്ക് ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വരുന്ന ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ ഫേക്കാണ്, അതാരും വിശ്വസിക്കരുത് എന്നൊരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്.